ഹായ് കൂട്ടുകാരെ, ഇന്നൊരു കൊറിയൻ ആക്ഷൻ ത്രില്ലറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ബീസ്റ്റ് ക്ലോയിങ് അറ്റ് സ്ട്രോസ് എന്ന കൊറിയൻ മൂവി ചെയ്തപ്പോൾ താഴെ വന്നൊരു കമന്റിലെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. സംഭവബഹുലമായ കഥകളായിരിക്കും കൊറിയൻ സിനിമകളുടെ പ്രത്യേകത. അതിന് ശരിവെക്കുന്ന തരത്തിൽ ഒത്തിരി ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞ മറ്റൊരു കൊറിയൻ ചിത്രമായ ദ വില്ലനസ് എന്ന 2017 പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു സാധാരണ പെൺകുട്ടിയുടെ കഥ, അവളുടെ സാഹചര്യങ്ങളും കുറച്ച് ആളുകളും ചേർന്ന് അവളെ ഒരു മോൺസ്റ്ററാക്കി മാറ്റിയ കഥ. ഈ ഒരു ചിത്രത്തിലെ എല്ലാ ആക്ഷൻ സീനുകളും ഒന്നിനൊന്നും മികച്ചതാണ്. അതുകൊണ്ട് തന്നെ മികച്ച ആക്ഷൻ ചിത്രത്തിനുള്ള ഒരുപാട് അവാർഡുകളും ദ വില്ലനസ് എന്ന ഈ ഒരു ചിത്രം നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവബഹുലമായ കഥ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു ക്രിമിനലിന്റെയും കൂട്ടാളികളുടെയും സംഗീതമാണ്. അവിടേക്ക് ഒരാൾ ഒറ്റയ്ക്ക് വന്ന് മുന്നിൽ കാണുന്ന ഓരോരുത്തരെയും ഷൂട്ട് ചെയ്യുകയാണ്. വന്നതാരാണെന്ന് നമ്മളെ കാണിക്കുന്നില്ല, പക്ഷേ നിമിഷ നേരം കൊണ്ട് അയാൾ കൊന്നൊടുക്കിയ ആളുകളുടെ എണ്ണം അത് വളരെ വലുതായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഗൺ റീലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരാൾ ആ ഒരു ഗൺ അടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. പക്ഷെ യാതൊരു ഭയവും കൂടാതെ അയാൾ മുകളിലേക്ക് കയറി അടുത്ത വാതിൽ തുറക്കുമ്പോൾ അവിടെയും ഇപ്പോൾ കൊന്നു തള്ളിയിലധികം ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ആയുധമെടുത്ത് കൊലവെറിയോടെ മുന്നിലേക്ക് വരുമ്പോൾ വന്നയാൾ വാള് പോലുള്ള 2 ആയുധങ്ങളെടുത്ത് അവന്മാരെയെല്ലാം വെട്ടി വീഴ്ത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് കാണുമ്പോൾ തന്നെ പടം വെറുത്താണ്ടോ അമ്മാതിരി ഗംഭീരമായിട്ടാണ് ആ ഫൈറ്റ് സീൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോഴും ഈ സംഗീതത്തിലുള്ള ഗ്യാങ്സ്റ്ററിനെ വന്നയാൾ കണ്ടിട്ടില്ല കേട്ടോ. അയാളുടെ അടുത്തേക്ക് എത്തും മുൻപേ ഇത്രയധികം പേരെ തീർത്തിട്ടാണ് വരവ്. അവസാനം എത്തി നിൽക്കുന്നത് ഒരു ജിം പോലുള്ള സെറ്റപ്പിലാണ്. ഇവന്മാരുടെയൊക്കെ കൂട്ടത്തിൽ ആ കോട്ടും സ്യൂട്ടും ഇട്ട് നിൽക്കുന്നവനാണ് ഗ്യാങ്സ്റ്റർ. എന്തായാലും വന്നയാളെ കാണുമ്പോൾ കൂട്ടത്തിലെ മൂത്ത ആശാൻ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഒറ്റയ്ക്കാണോ വന്നത് എന്നാണ്. ആ ഒരു ചോദ്യം ചോദിച്ചതേ അവന് ഓർമ്മയുള്ളൂ. പിന്നീട് അവിടെ നടന്നത് ഒരു യുദ്ധമായിരുന്നു. യുദ്ധത്തിൽ ഒറ്റയ്ക്ക് വന്നവൻ എല്ലാവരെയും അടിച്ച് നിരത്തി കൊന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ കോട്ടിട്ട ഗ്യാങ്സ്റ്റർ വന്ന് മോൺസ്റ്ററിനെ ഒരു കണ്ണാടിയിലേക്ക് വലിച്ചടിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ തനിയൊരുവന്റെ മുഖം റിവീലാകുന്നത്. സോ ഇവളാണ് നമ്മുടെ കഥയിലെ നായിക സുഖി. അടിയേറ്റ സുഖിയുടെ തലയിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടെങ്കിലും അവൾ പൂർവാധികം ശക്തിയെടുത്ത് അവന്മാരെയെല്ലാം നിലം പരിശാക്കുകയാണ്. അങ്ങനെ അവൾ ഓരോരുത്തരെയായിട്ട് കുത്തി വീഴ്ത്തുമ്പോഴാണ് ആ ഗ്യാങ്സ്റ്റർ വന്ന് അവളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് ഉയർത്തുന്നത്. ശേഷം അവളെ താഴേക്ക് എടുത്തെറിഞ്ഞ് വീണ്ടും പിടിക്കുമ്പോൾ അവൾ താഴേക്ക് കിടന്നിരുന്ന ഡമ്പൽ എടുത്ത് അയാളുടെ തലക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. ഒപ്പം അവന്റെ തോളിൽ കയറി ഇരുന്നിട്ട് അവിടെയുള്ള ഒരു കയറെടുത്ത് അവന്റെ കഴുത്തിൽ മുറുക്കി കെട്ടുകയാണ്. ആ കയറിന്റെ മറ്റൊരറ്റം കയ്യിൽ പിടിച്ച് അവൾ ആ ഒരു ജനലും തകർത്ത് പുറത്തേക്ക് ചാടി തൂങ്ങി കിടക്കുമ്പോൾ അപ്പുറത്തെ അറ്റം മുറുകി ആ ഗ്യാങ്സ്റ്ററിന്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുകയാണ്. അങ്ങനെ അവന്റെ മരണം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന സുഖി താഴേക്ക് ചാടുമ്പോൾ അവിടെ അവൾക്ക് ചുറ്റും പോലീസ് നിരന്നിരുന്നു. എന്നാൽ അവർക്ക് മുൻപിൽ മറ്റു സാഹസത്തിനൊന്നും മുതിരാതെ അവൾ എന്തുകൊണ്ടോ അപ്പോൾ കീഴടങ്ങുകയാണ്. സോ ഇവിടുന്ന് ടൈറ്റിൽ ഇട്ടുകൊണ്ട് ദ വില്ലനസ് എന്ന മൂവി ഇവിടെ ആരംഭിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് കുറച്ച് പേരടങ്ങുന്ന ഒരു മീറ്റിംഗ് ആണ്. അവരുടെ ചർച്ചാ വിഷയം തന്നെ നമ്മുടെ സുഹിയാണ്. ആക്ച്വലി ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ക്രിമിനൽസ് ആയ പാർക്കിനെയും ഗാങ്ങിനെയുമാണ് സുഹി ഇപ്പോൾ നിമിഷ നേരം കൊണ്ട് തീർത്തു കളഞ്ഞത്. അതും പറഞ്ഞ ആ ഒരു ഫൈറ്റ് നടന്ന സ്ഥലത്തെ വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ആരോ ഒരാൾ മുഖംമൂടി അണിഞ്ഞു വന്ന് ഒരു മയക്കുമരുന്ന് അടിച്ചു മാറ്റി പോയതായിട്ട് കാണുന്നത്. അവനും സുഹിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹിയെ പിടിച്ചുവെച്ച പോലീസുകാർ അവളെ ഈ ഒരു ഗവൺമെന്റ് അതോറിറ്റിയായ രഹസ്യാന്വേഷണ ഏജൻസി കൈമാറിയിരിക്കുകയാണ്. എന്തായാലും അവളുടെ കിഡിലൻ ഫൈറ്റിന്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് അവൾ ഇവർക്കൊരു മുതൽക്കൂട്ടാവുമെന്നാണ് കൂട്ടത്തിലെ ഒരു ലേഡി പറയുന്നത്. തുടർന്ന് നമ്മൾ സുഹിയെ കാണുമ്പോൾ അവൾ ഇപ്പോഴുള്ളത് ഒരു മുറിയിലാണ്. പെട്ടെന്ന് സീലിംഗിലെ ഹോളിൽ നിന്നും ഒരു വാതകം അകത്തേക്ക് കടക്കുമ്പോൾ അത് ശ്വസിച്ച് അവളുടെ ബോധം മറയുകയാണ്. ആ സമയത്ത് അവളുടെ മുറിയിലേക്ക് വന്ന മാസ്ക് വെച്ച കുറച്ചാളുകളെ അവൾ ഒരു മിന്നായം പോലെയൊക്കെ കാണുന്നുണ്ട്. ആക്ച്വലി അത് കുറച്ച് ഡോക്ടേഴ്സ് ആയിരുന്നു. അവർ ആ വാതകം ശ്വസിക്കാതിരിക്കാൻ ഫുൾ കവർ ചെയ്താണ് വന്നത്. അവരുടെ ഉദ്ദേശം സുഖിയെ പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്ത് മറ്റൊരാളാക്കി മാറ്റുക എന്നതായിരുന്നു. അങ്ങനെ ആദ്യ ദിവസം അവർ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടന്നു. അടുത്ത ദിവസവും അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാതകം അകത്തേക്ക് വന്ന് അവളുടെ ബോധം മറയുന്നുണ്ട്. അന്നേരം സുഖിയുടെ പഴയ കാലം കാണിക്കുകയാണ്. സുഖി ഒരു പ്രൊഫഷണൽ ഫൈറ്റർ ആകാൻ ട്രെയിൻ ചെയ്തിരുന്ന കാലം. ആക്ച്വലി ഈ ഒരു മൂവിയുടെ കഥയും നോൺ ലീനിയർ ആയിട്ടാണ് പോകുന്നത്. സോ പല ഫ്ലാഷ് ബാക്കുകളിലൂടെ ആയിരിക്കും ഇവൾ എങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥയിലെത്തിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഈ കാണുന്ന ആളുടെ അടുത്താണ് സുഖി ട്രെയിനിങ് എടുത്തിരുന്നത്. അയാളാണ് അവളുടെ ഗ്യാങ്ങിന്റെ ലീഡർ. നമുക്ക് പുള്ളിയെ ബോസ് എന്ന് വിളിക്കാം. പണ്ട് അവൾ എത്ര നേരം വരെ വെള്ളത്തിൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കാൻ സാധിക്കുമെന്ന് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. അന്ന് അവരുടെ കൂട്ടത്തിലെ എല്ലാ അമ്മമാരും ശ്വാസം മുട്ടി പുറത്തേക്ക് വരുമ്പോഴും അവൾ മാത്രം പുറത്തേക്ക് വന്നില്ല. അത് കണ്ട് പേടിക്കുന്ന ബോസ് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവളെ കെട്ടിയ കയറൊക്കെ മുറിച്ച് രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവൾക്ക് അനക്കമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ ബോസ് ആകെ പേടിച്ചിട്ട് കൃത്രിമ ശ്വാസമൊക്കെ കൊടുത്ത് അലറി വിളിക്കുമ്പോഴാണ് ഇത് അവളുടെ കുട്ടി തമാശയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അത് അവളുടെ റെക്കോർഡ് ടൈമിംഗ് ആയിരുന്നു. സോ ശ്വാസം അടക്കി പിടിച്ചിരിക്കാനുള്ള അവളുടെ കഴിവ് അവൾ ഇവിടെയും ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും സുഖി ഇപ്പോൾ ആ വാതകം ശ്വസിച്ചിരുന്നില്ല. അവന്മാർ അവളെ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ അവൾ അവരെ കാത്തിരുന്ന് ആക്രമിക്കുകയാണ്. ശേഷം രക്ഷപ്പെട്ടോടുമ്പോൾ അവിടെ പല മുറികളിലൂടെ അവൾ കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ മുറിയിൽ ബാലറ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് സുന്ദരികൾ. അടുത്ത മുറിയിൽ നടക്കുന്നത് കുക്കിംഗ് ക്ലാസ് ആണ്. അവിടെയുള്ള ഒരു പെണ്ണാണെങ്കിൽ ഇവളെ ഇടങ്കാലിട്ട് വീഴ്ത്തി
അവിടെത്തിയിട്ട് ഇതാണോ പുതിയ പെണ്ണ് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അപ്പോഴും പുറകെ വരുന്നവന്മാരൊക്കെ സുഖി അടിച്ചിടുന്നുണ്ട് കേട്ടോ. ശേഷം അതിലൊരുത്തന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവൾ വാതിൽ ചവിട്ടി തുറന്ന് പോകുമ്പോൾ അടുത്തതായിട്ട് കാണുന്ന ഒരു സ്റ്റേജ് ആണ്. അവിടെ ഡ്രാമ കളിക്കുന്നവരും അവളെ കളിയാക്കുന്നുണ്ട്. അവരെയും കടന്ന് അടുത്ത മുറിയിലെത്തുമ്പോൾ അവിടെ നടക്കുന്നത് മേക്കപ്പ് ക്ലാസ് ആണ്. അവിടെ വെച്ച് സുഖി പുറത്തേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി വന്നിട്ട് വഴി ഞാൻ പറഞ്ഞു തരാം, പക്ഷെ എന്നെയും കൂടെ കൂടണം എന്ന് പറയുകയാണ്. അവൾ അതനുസരിച്ച് അവരെയും ഫോളോ ചെയ്തു പോകുമ്പോൾ ചെന്നെത്തുന്നത് ചുറ്റിനും കാട് മാത്രമുള്ള ഒരു സ്ഥലത്താണ്. ആക്ച്വലി ഈ ഒരു കാടിന് നടുവിലാണ് ഇവരുടെ സങ്കേതം. എന്തായാലും പുറത്തെത്തുമ്പോൾ അവൾക്ക് വഴി കാണിച്ചു കൊടുത്ത ആ ലേഡി ആദ്യം തന്നെ താഴേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അത് കണ്ട് പിടിച്ചു വച്ചിരുന്നവന്റെ കാലിൽ കുത്തി തള്ളിയിട്ടിട്ട് സുഹിയും എടുത്ത് ചാടുമ്പോൾ ആ നല്ലവളായ ലേഡി അവളെ ഷൂട്ട് ചെയ്യുകയാണ്. സോ ഈ ലേഡി തന്നെയായിരുന്നു ഈ സങ്കേതത്തിന്റെ ഹെഡ്. ഇവരെ നമുക്ക് ചീഫ് എന്ന് വിളിക്കാം. ഈ ചീഫ് തന്നെയാണ് സുഹിയുടെ ടാലന്റ് കണ്ടിട്ട് ഇവളെ ഒരു ഏജൻസിയിലേക്ക് സെലക്ട് ചെയ്തതും. ആക്ച്വലി ഇതൊരു വലിയ സെറ്റപ്പ് ആണ്. ഈ ചീഫിന്റെ അണ്ടറിൽ ഇതുപോലെ കുറെ ആളുകളുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇവന്മാരാണ് ഏജൻസ്. ഇവർക്കും ഇവിടെ ചില സീക്രട്ട് മിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാം. ഇപ്പോൾ വന്ന സുഹിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ചേട്ടന്മാർക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. അതിൽ തന്നെ ഈ സുന്ദരനായ ഏജന്റിന് അവളെ കൂടുതൽ ഇഷ്ടമായി എന്ന് തോന്നുന്നു. പക്ഷെ അക്കാര്യം അവൻ പുറമേ ഒന്നും കാണിക്കുന്നില്ല. മറിച്ച് പുതുതായിട്ട് വരുന്ന മിഷനിൽ സുഹിയുടെ പാർട്ട്ണർ ആയാൽ പ്രമോഷൻ കിട്ടും എന്ന കാരണം കൊണ്ടാണ് അവളെ ശ്രദ്ധിക്കുന്നത് എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്നാൽ അതൊരു റിസ്ക് പിടിച്ച ജോലിയാണെന്നും മരിക്കാൻ വരെ ചാൻസ് ഉണ്ടെന്നും മറ്റുള്ളവർ അവനെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. വാട്ട് എവർ, ഇതൊരു നായികാ പ്രാധാന്യമുള്ള കഥയാണെങ്കിലും ഈ സുന്ദരനെ നമുക്ക് ഹീറോ എന്ന് വിളിക്കാം. ഇതേ സമയം നമ്മുടെ സുഖിക്ക് ബോധമൊക്കെ തെളിഞ്ഞിരുന്നു. അവളോട് ചീഫ് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ലോകത്തിന്റെ മുൻപിൽ സുഹി എന്ന പേരുള്ള പെൺകുട്ടി ജീവനോടെയില്ല, അവൾ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ ഇവർ ഒരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കിയിരുന്നു. ചീഫിന്റെ കൂടെ ചേരുകയാണെങ്കിൽ ഇവൾക്കൊരു പുതിയ ജീവിതമാണ് അവർ ഓഫർ ചെയ്യുന്നത്. പക്ഷെ അവൾക്കാണെങ്കിൽ ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല. അവളെ അങ്ങ് കൊന്നു കളഞ്ഞിക്ക് എന്ന് പറഞ്ഞ് അലറുമ്പോഴാണ് അവൾ ഓൾറെഡി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ചീഫ് അവളെ അറിയിക്കുന്നത്. അത് അവൾക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. എന്നിരുന്നാലും തന്റെ ഉള്ളിലെ ജീവൻ നശിപ്പിക്കാൻ അവൾ തയ്യാറല്ല. തന്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കാൻ സുഹി തയ്യാറെടുക്കുമ്പോൾ അവർ അവളോട് പകരമായിട്ട് ചോദിക്കുന്നത് അവളുടെ ജീവിതത്തിലെ 10 വർഷങ്ങളാണ്. അതിനവൾ സമ്മതിച്ചാൽ ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ട പണവും സ്വാതന്ത്ര്യവും അവൾക്ക് നൽകാമെന്ന് പറയുമ്പോൾ അവളും അതിന് സമ്മതിക്കുകയാണ്. ആക്ച്വലി നമ്മൾ നേരത്തെ ഇവിടെ കണ്ട എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഒരു എഗ്രിമെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യം ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തും. അതിനുശേഷം അവർക്ക് പറ്റിയ ജോലി എന്താണെന്ന് കണ്ടെത്തും. ദൗത്യങ്ങൾ നടത്താനുള്ള സ്ലീപ്പർ സെൽസ് ആണ് ഇവിടെയുള്ള ഓരോരുത്തരും. അങ്ങനെ സുഹിയും അവരിൽ ഒരാളായി മാറുകയാണ്. പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തതുകൊണ്ട് അവളുടെ മുഖവും പതിയെ പതിയെ മാറി വരുന്നുണ്ട്. അവളുടെ വയറ്റിലാണെങ്കിൽ കുഞ്ഞും വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അവൾക്ക് അപ്പോഴും ഒരു ജോലിയിലും തന്റെ മികവ് തെളിയിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ പേരിൽ ചീഫ് അവളോട് ദേഷ്യപ്പെടുമ്പോഴാണ് പണ്ട് ഇവൾ ഓടി വന്നതുപോലെ കത്തിയും പിടിച്ച് പുതിയൊരു പെണ്ണ് ഓടി വരുന്നത്. അവളും രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ചോദിച്ച് കത്തി നീട്ടുമ്പോൾ ചീഫ് പഴയ നാടകം അതുപോലെ ആവർത്തിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് നമ്മുടെ സുഖിക്കും അവൾക്ക് പറ്റിയ ജോലി കണ്ടെത്താനായി. ഒടുവിൽ അവൾ ചൂസ് ചെയ്തത് അഭിനയമാണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ ഒരു ദിവസം അവിടുത്തെ സ്റ്റേജിൽ ഡ്രാമയിൽ ആക്ട് ചെയ്യുമ്പോഴാണ് അവൾക്ക് ബ്ലീഡിംഗ് വരുന്നത്. അങ്ങനെ സുഹി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആ കുഞ്ഞിന് യുൻഹി എന്നാണ് അവൾ പേരിടുന്നത്. ആ കുഞ്ഞിനെ കാണാനും താലോലിക്കാനും ഒക്കെ ഹീറോ സമയം കണ്ടെത്തുന്നുണ്ട്. അതെല്ലാം സ്ക്രീനിൽ കണ്ട് നമ്മുടെ ചീഫും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ശേഷം നമ്മുടെ ലേഡീസിന്റെ ഫൈറ്റ് ക്ലാസ് ആണ് നമ്മളെ കാണിക്കുന്നത്. ഇവിടെ സുഖിയെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പെണ്ണുണ്ട്. ഇവളുടെ പേരാണ് കിം. അവളൊരു പെണ്ണിനെ അടിച്ചിട്ടിട്ട് വലിയ ഷോ ഇറക്കുമ്പോൾ അതും കണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയായിരിക്കും നമ്മുടെ സുഖി. അപ്പോൾ തന്നെ കിം വന്ന് സുഖിയെ വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ഇവൾക്ക് നമ്മുടെ സുഖിയെ ശരിക്കറിയില്ലല്ലോ. എന്തായാലും ഈ ചീളു കേസിനൊന്നും നിൽക്കാതെ സുഖി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ ആ പെണ്ണ് ഓടി വന്ന് സുഖിയുടെ തലക്കടിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവൾ ആ സ്റ്റിക്ക് കൈവച്ച് തടഞ്ഞ ശേഷം നേരത്തെ അടികെട്ടിയ പെൺകൊച്ചിന്റെ സ്റ്റിക്ക് എടുത്ത് ഫൈറ്റ് തുടങ്ങുകയാണ്. സുഖിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും കിമ്മിനെ കൊണ്ടാവില്ല എന്നവൾ അടി കൊണ്ട് തന്നെ മനസ്സിലാക്കി. അന്ന് കിമ്മിന് അവളോട് വീണ്ടും അസൂയയും പകയൊക്കെ കൂടുകയായിരുന്നു. അതേസമയം ഈ ഫൈറ്റൊക്കെ കാണുന്ന ചീഫും ഏജൻസും സുഹിയുടെ പെർഫോമൻസ് കണ്ട് ഇംപ്രസ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ നീണ്ട ഒരു വർഷം കടന്നു പോവുകയാണ്. സുഹിയുടെ മകളുടെ ബർത്ത്ഡേ ഒക്കെ അവർ ആഘോഷിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ സുഹിയെ സ്ക്രീനിൽ സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ചെക്കന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണോ എന്ന് തോന്നുന്നു. എന്തായാലും ചീഫ് വന്നിട്ട് പറയുന്നത് നിന്റെ കുഞ്ഞിനെ ഒരിക്കലും നിന്റെ പോലെ ജീവിക്കാൻ വിടരുത് എന്നായിരുന്നു. ശേഷം അവളുടെ ദേഹത്തുണ്ടായിരുന്ന ടാറ്റു അവർ റിമൂവ് ചെയ്യുമ്പോഴാണ് ആ ടാറ്റു ചെയ്ത ദിവസത്തെക്കുറിച്ച് അവൾ ഓർക്കുന്നത്. അവളുടെ പഴയ ബോസാണ് അവൾക്ക് ഈ ടാറ്റു ചെയ്ത് കൊടുത്തത്. ഈ ടാറ്റു അവളേറെ ആഗ്രഹിച്ചതാണെന്നൊക്കെ ആ നിമിഷം പറയുമ്പോൾ നിന്റെ അച്ഛനെ കൊന്നത് ആരാണെന്നാണ് ബോസ് അവളോട് ചോദിക്കുന്നത്. അവന് ഞാൻ തന്നെ കൊല്ലും, അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും കാലം ജീവിച്ചത് തന്നെ എന്നായിരുന്നു അതിനുള്ള അവളുടെ മറുപടി. സോ അവളുടെ അച്ഛനെ കൊന്നയാളോടുള്ള പ്രതികാരം തീർക്കാനായിരുന്നു അന്നത്തെ അവളുടെ ജീവിതം. ആ കഥയൊക്കെ നമുക്ക് വഴിയെ കാണാം. പക്ഷെ ഒരിക്കൽ അവൾ തന്റെ അച്ഛന്റെ കൊലയാളിയായ ഈ കിളവനെ കൊല്ലാനായിട്ട് ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത നിമിഷമാണ് അവൾ മനസ്സിലാക്കുന്നത് അതൊരു ട്രാപ്പായിരുന്നെന്ന്. അന്ന് അവൾക്ക് ചുറ്റിനും ആ കിളവന്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരവളെ കെട്ടിയിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴാണ്
എത്തുമ്പോഴാണ് ആ കിളവൻ അവളോടൊരു സത്യം വെളിപ്പെടുത്തുന്നത്. ആക്ച്വലി അവൾ കരുതിയിരുന്നത് പോലെ അയാളല്ല അവളുടെ അച്ഛനെ കൊന്നത്, അത് അയാൾ മറ്റാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതിനാ കിളവൻ പറയുന്ന ന്യായം, എനിക്ക് അവനെ എന്റെ കൈ കൊണ്ട് തീർക്കാൻ പറ്റുമായിരുന്നില്ല, കാരണം ഞങ്ങൾ ശരിക്കും സഹോദരന്മാരെ പോലെയായിരുന്നു എന്നാണ്. അത് കേട്ടവൾ ഞെട്ടിത്തരിച്ചിരിക്കുമ്പോഴാണ് ഒരു കുതിരയുടെ ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദത്തിന് പുറകെ പോയ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ശവമായിട്ടാണ് തിരിച്ചു വന്നത്. അടുത്ത നിമിഷം സുഖിയുടെ ബോസ് അവിടേക്ക് ഒരു മാസ് എൻട്രി കൊടുത്തിട്ട് അവിടെയുള്ള എല്ലാത്തിനെയും വെടിവെച്ചിടുകയാണ്. അവസാനം ബോസും ആ കിളവനെ നേർക്ക് നേർ തോക്ക് ചൂണ്ടുമ്പോഴാണ് പരസ്പരം കാണുന്ന രണ്ടുപേരും ഒരു നിമിഷം സ്റ്റെക്കായിട്ട് നിൽക്കുന്നത്. അവർക്ക് എന്തോ മുൻപരിചയമുള്ളതുപോലെയൊക്കെയുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ബോസ് ആ കിളവനെ വെടിവെക്കുമ്പോൾ അയാൾ തിരിച്ചും ബോസിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തിന് ബോസിന് കാര്യമായൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ രക്തം വാർന്നു കിടക്കുന്ന കിളവനെ ഒരു വിഷമത്തോടെയാണ് ബോസ് നോക്കി നിന്നത്. തുടർന്ന് സുഖിയെ രക്ഷിച്ച് തിരികെ പോകുന്ന ബോസ് ഒരു ഷോപ്പിന്റെ മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഒരു ഫ്രോക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കുന്ന സുഖിയെ കാണിച്ച് നേരെ പ്രസന്റിലേക്ക് വരുമ്പോൾ അവൾ ഇവിടെ കിടിലനായിട്ട് ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് ചീഫ് അവൾക്കൊരു ചലഞ്ച് കൊടുക്കുന്നുണ്ട്. അതായത് സുഖിക്കും അവളുടെ എനിമി കിമ്മിനും ഓരോ തോക്കിന്റെ പാർട്സ് വീതം കൊടുത്തിട്ടുണ്ട്. ആരാണോ ഈ ഒരു തോക്ക് ആദ്യം സെറ്റാക്കി ലോഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് അയാളായിരിക്കും വിജയി. സോ ഇവിടെ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സുഖി അവളുടെ ചെറുപ്പത്തിൽ ഒരു ഇൻസിഡന്റ് ഓർക്കുകയാണ്. അന്ന് കുട്ടിയായിരുന്ന സുഖിയുടെ മുൻപിൽ ഒരുത്തിനെ ഇരുത്തിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ബോസ് ഒരു ചലഞ്ച് വെച്ചിരുന്നു. ആക്ച്വലി അന്ന് ഓപ്പോസിറ്റ് ഇരുന്നവനെ കൊല്ലാൻ വേണ്ടിയാണ് ബോസ് കൊണ്ടുവന്നിരുന്നത്. ചലഞ്ചിൽ ജയിച്ചാൽ മാത്രം അയാളെ വെറുതെ വിടാം എന്നായിരുന്നു ഡീൽ. അന്ന് അയാൾ കിണഞ്ഞു പരിശ്രമെങ്കിലും കുഞ്ഞു സുഖി തന്നെയാണ് അന്ന് ജയിച്ചത്. അന്ന് ബോസ് അയാളെ തീർത്തതുപോലെ ഇന്ന് സുഖി കിമ്മിനെയും വെടിവെച്ചിട്ടു. പക്ഷേ ഇവർക്ക് ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഉള്ളതുകൊണ്ട് പാവം കിമ്മിനൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഇതെല്ലാം മോണിറ്ററിൽ കണ്ടുകൊണ്ടിരുന്ന ഏജന്റ് ചേട്ടന്മാർക്കാണ് ശരിക്കും പണി കിട്ടിയത്. അവരിൽ ചിലർ കിമ്മ് ജയിക്കുമെന്ന് ഹീറോയോടും കൂട്ടുകാരോടും ബെറ്റ് വെച്ചിരുന്നു. അവന്മാരുടെ പൈസ പോയി കിട്ടിയത് മിച്ചം. സോ അതിലൊരാൾ പൈസ എടുക്കാൻ തന്റെ പേഴ്സ് തപ്പുമ്പോഴാണ് ഹീറോയുടെ ഡയറി അവന് കിട്ടുന്നത്. അതിൽ നിറയെ സുഖിയുടെ ഇഷ്ടങ്ങളും അവളുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതെല്ലാം പ്രൊമോഷന് വേണ്ടിയാണെന്നാണ് ഹീറോ പറയുന്നത്. പക്ഷേ ആദ്യ ദൗത്യത്തിൽ തന്നെ ചാകാതിരിക്കട്ടെ എന്നാണ് കൂടെയുള്ളവന്മാർ അവനെ വിഷ് ചെയ്യുന്നത്. സോ ശരിക്കും ഇവന്മാരുടെ ടാസ്ക് എന്താണെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും സുഖിയുടെ ഇവിടുത്തെ പരിശീലനമെല്ലാം കഴിഞ്ഞ് അവൾ കാത്തിരുന്ന ദിവസം വന്നെത്തിയിരിക്കുകയാണ്. മകൾ യുൻഹിയും കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. സുഖിയെ തേടി അവളുടെ ആദ്യത്തെ മിഷൻ വന്നിരിക്കുന്നു. ഈ ഒരു മിഷനിൽ വിജയിച്ചാൽ തന്റെ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാമെന്ന് അറിയുന്നത് കൊണ്ട് കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി അവൾ ആരെ കൊല്ലാനും തയ്യാറാണ്. പക്ഷെ ഇവർക്ക് കൊടുക്കുന്ന ടാർഗറ്റ്സ് എല്ലാം വലിയ വലിയ ക്രിമിനൽസ് ആയിരിക്കും. അങ്ങനെ ആ ദിവസം രാത്രി അവൾ ഒരു കിടിലൻ ബൈക്കിൽ നല്ല സ്റ്റൈലായിട്ട് കൊല്ലാനുള്ള ആളുടെ വീട്ടിൽ വന്നിറങ്ങുന്നുണ്ട്. ഒരു തോക്കുമെടുത്ത് മുഖം മറിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് അവിടെയുള്ള അയാൾ ഒരു വാളെടുത്ത് അവൾക്ക് നേരെ വീശുകയാണ്. അന്നേരം അവളുടെ തോക്ക് തെറിച്ചു പോകുന്നുണ്ടെങ്കിലും അവൾ അയാളെ നേരിടുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്റെ കയ്യിലെ വാളെടുത്ത് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. കുറച്ചു സമയത്തെ വാൾപ്പയറ്റിന് ശേഷം അവൾ സ്റ്റെപ്പിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ടെങ്കിലും അയാൾ അവളെ കുത്താനായിട്ട് കൈ ഉയർത്തുമ്പോൾ അവൾ താഴെ കിടന്നിരുന്ന വാളെടുത്ത് അയാളുടെ വയറ്റിൽ കുത്തി ഇറക്കുകയാണ്. അങ്ങനെ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ തന്റെ മിഷൻ പൂർത്തിയാക്കി സുഖി മാസ്ക് കോരുമ്പോഴാണ് അവിടെ മരിച്ചയാളുടെ മകളെ കാണുന്നത്. ആ കുട്ടി തന്റെ അച്ഛനെ നോക്കുമ്പോൾ അയാളും മകളെ നോക്കി തന്റെ അവസാന നിമിഷത്തിൽ പുഞ്ചിരിക്കുകയാണ്. അത് കാണുന്ന സുഖി അവളുടെ അച്ഛൻ മരിച്ച ദിവസത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അന്ന് ഈ കാണുന്ന കുട്ടിയുടെ അതേ പ്രായമായിരുന്നു സുഖിക്കും. ആരൊക്കെയോ വീട്ടിൽ അതിക്രമിച്ചു കടന്നപ്പോൾ അവൾ പേടിച്ച ആ ഒരു കട്ടിലിന്റെ താഴെ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ രണ്ടുപേരുണ്ടായിരുന്നു. അവന്മാർ ചോദിച്ചതിനെ തുടർന്ന് അയാളെന്തോ പൊതിയെടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും തന്റെ അച്ഛനെ കൺമുൻപിൽ വെച്ചാണ് അതിലൊരാൾ കുത്തിക്കൊന്നത്. അയാളുടെ മുഖമൊന്നും അവൾക്കന്ന് കാണാൻ സാധിച്ചില്ല. എന്നാൽ ഒരു പ്രത്യേക രീതിയിൽ അയാൾ ചൂളമടിക്കുന്നുണ്ടായിരുന്നു. അന്ന് കുത്തേറ്റ് താഴെ വീണ അച്ഛനും അവളെ നോക്കി ഇതുപോലെ പുഞ്ചിരിച്ചിരുന്നു. അടുത്ത നിമിഷം തന്നെ അയാൾ അവളുടെ അച്ഛന്റെ മുഖത്ത് വലിയൊരു ചുറ്റിക വെച്ച് ആഞ്ഞടിക്കുകയാണ്. ആ രക്തം വന്ന് നമ്മുടെ കുഞ്ഞു സുഖിയുടെ മുഖത്ത് തെറിച്ചപ്പോൾ അവളുടെ മനസ്സിൽ അടങ്ങാത്ത പ്രതികാരം ഉടലെടുത്തിരുന്നു. എന്നാൽ ഇന്ന് താൻ കാരണം മറ്റൊരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ വന്നല്ലോ എന്നാലോചിച്ച് അവൾക്ക് കുറ്റബോധം വരികയാണ്. പക്ഷേ അധിക നേരം അതാലോചിക്കാൻ സാധിച്ചില്ല. കാരണം ഇപ്പോൾ മരിച്ചയാളുടെ ആൾക്കാർ അവളെ കണ്ടിരുന്നു. സോ അവൾ അപ്പോൾ തന്നെ തന്റെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. പുറകെ തന്നെ വാളും എടുത്ത് വില്ലന്മാരും ബൈക്കിൽ അവളെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ചേസിംഗ് സീനൊക്കെ പക്ക റിയലിസ്റ്റിക് ആയിരുന്നു കേട്ടോ. അതിനിടയിൽ അവളും അവന്മാരും ചേർന്ന് ബൈക്കിൽ വെച്ച് വാൾപ്പയറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും സാഹസികമായ കിടിലൻ ചേസിംഗ്. കുറച്ചു നേരത്തെ ചേസിംഗിന് ശേഷം പുറകെ വന്ന ബൈക്കേഴ്സിനെ എല്ലാം വീഴ്ത്തി അവൾ മുന്നോട്ട് പോകുമ്പോഴാണ് വില്ലന്മാർ അവളെ കാറിൽ ചേസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിനിടയിൽ അവന്മാർ അവളെ ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവസാന നിമിഷത്തിൽ ഒരു ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ രണ്ട് പോലീസിന്റെ കാർ വന്ന് അവളെ ബ്ലോക്ക് ചെയ്യുകയാണ്. ബാക്കിലാണെങ്കിൽ വില്ലന്മാരുടെ കാറുമുണ്ടല്ലോ. സോ അവൾ ഉടനെ തന്നെ പോലീസിന്റെ കാറിന് മുകളിലൂടെ ബൈക്ക് ഓടിച്ച് കയറ്റി താഴെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ശേഷം തന്റെ ഹെൽമെറ്റ് മാറ്റി നോക്കുമ്പോൾ മുന്നിലായിട്ട് അച്ഛനെ ചതഞ്ഞ മുഖം കണ്ടവൾ പാനിക്കായിട്ട് മുകളിലേക്ക് നീന്തി കയറുകയാണ്. തുടർന്ന് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ശരിക്കുമുള്ള കഥയൊക്കെ മനസ്സിലാകുന്നത്. പണ്ട് സുഹിയും അച്ഛനും അച്ഛന്റെ ഒരു കൂട്ടുകാരൻ ചേർന്ന് നൈറ്റ് ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്യുകയായിരുന്നു. അന്ന് അവളുടെ അച്ഛൻ ഫ്രണ്ടിന് ഒരു സാധനമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മോഷണം പോയ വൈറ്റ് ഓവൽ എന്നു പേരുള്ള ഒരു രത്നമായിരുന്നു. ആ രത്നമാണ് അച്ഛൻ അവളുടെ കല്യാണത്തിന് സമ്മാനമായിട്ട് തരാൻ പോകുന്നത് എന്ന് അവളുടെ അച്ഛൻ പറയുകയാണ്. ആക്ച്വലി അത് കണ്ടിട്ട് അച്ഛന്റെ സുഹൃത്തിന് ആ രത്നത്തിനോടൊരു മോഹം തോന്നുന്നുണ്ട്. കാരണം അത് വളരെയധികം മൂല്യമുള്ളതായിരുന്നു. അങ്ങനെ അത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ആ കൂട്ടുകാരൻ അവളുടെ അച്ഛനെ കൊല്ലിച്ചത്. ശരിക്കും ആ കൂട്ടുകാരനാണ് നമ്മൾ
കുറച്ചു മുൻപേ കണ്ട ആ കിളവൻ. അയാളാണ് അച്ഛനെ കൊന്നതെന്നാണ് അന്ന് സുഹി വിചാരിച്ചിരുന്നത്. കാരണം അന്ന് അയാൾ അവളെ കട്ടിലിന്റെ താഴെ വെച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കുഞ്ഞു സുഹിയെ കണ്ടുകിട്ടിയ അയാൾ അവളെ ഒരു പെണ്ണിന് വിൽക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ സുഹി ഇറങ്ങി ഓടുന്നുണ്ടെങ്കിലും അയാൾ അവളെ പിടിച്ച് ഉപദ്രവിക്കുകയാണ്. അന്ന് അയാളുടെ മുഖം മറക്കാതിരിക്കാൻ വേണ്ടി അവൾ മനസ്സിൽ കോറിയിട്ടിരുന്നു. എന്തായാലും അയാൾ എന്തൊരു ദുഷ്ടനാണല്ലേ, സ്വന്തം കൂട്ടുകാരനെ കൊല്ലുകയും കൂട്ടുകാരനെ മകളെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന സ്ഥലത്ത് വിൽക്കുകയും ചെയ്തു. അന്ന് വേറൊരു കിളവൻ വന്ന് അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ പോകുമ്പോഴാണ് അവളുടെ പഴയ ബോസിനെ അവൾ ആദ്യമായിട്ട് കാണുന്നത്. അന്നൊരു ദൈവത്തെ പോലെ വന്ന് ബോസ് ആ കിളവനെ കൊല്ലുമ്പോഴാണ് വേറൊരുത്തൻ വന്ന് ബോസിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കറക്റ്റ് സമയത്ത് സുഹി അവന് നേരെ വെടിപൊട്ടിച്ചു. അങ്ങനെയാണ് അവൾ ആ ബോസിന്റെ ടീമിൽ ഇന്നായത്. പക്ഷെ സുഹി വളർന്ന് വലുതായപ്പോഴും ബോസ് ഒരു സുന്ദരൻ ചെറുപ്പക്കാരനെ പോലെ തന്നെയുണ്ട്. ഈ കൊറിയക്കാർക്കൊന്നും ഒരു പ്രായം കഴിഞ്ഞാൽ വയസ്സായ പോലെ തോന്നിക്കില്ല. എങ്ങനെയാണോ എന്തോ. എന്തായാലും ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട സുഹിയെ കാത്ത് ചീഫ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സുഹി അവളുടെ മിഷനും കഴിഞ്ഞ് യുൻഹിയെയും കൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ അവളെ ഇഷ്ടമുള്ള മിഞ്ചു എന്ന പേരുള്ള പെൺകൊച്ചി സുഹിയോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. അതേസമയം അവളുടെ ശത്രുവായി കിം വന്ന് അവളുടെ ഉടക്കു വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം സുഹിക്ക് പുതിയൊരു ജീവിതം കിട്ടുകയാണ്. അവൾക്ക് പുതിയൊരു ഐഡന്റിറ്റി തന്നെ ചീഫ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചേ യോൺസു എന്നാണ് അവളുടെ പുതിയ പേര്. പക്ഷെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ നമുക്ക് സുഹി എന്ന് തന്നെ വിളിക്കാം. അവളുടെ പുതിയ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താണ് ചീഫ് അവിടെ നിന്ന് മടങ്ങുന്നത്. അതേസമയം ചീഫിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഹീറോ ഏജന്റിനെയും ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. സോ ഇതാണ് ഏജന്റുമാരുടെ മിഷൻ. അവരുടെ ഏജൻസിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന സ്ത്രീകളിൽ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ ഏജന്റുമാരെ നിയോഗിക്കും. അവന്മാർ ഇതുപോലെ വളരെ കാഷ്വലായിട്ട് അവരെ പരിചയപ്പെട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ച് ജീവിക്കണം. സോ ഇവരുടെ ആഫ്റ്റർ ലൈഫും ഏജൻസിയുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കും. എന്നാൽ സുഹി അടക്കം ഒരു പെൺപിള്ളേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇവിടെ സുഹിയാണെങ്കിൽ ഹീറോ അവളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് സംശയിക്കുന്നത്. എന്നാൽ ചീഫ് ഇവരെ അടുത്തടുത്ത അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിപ്പിച്ചിരുന്നത്. നമ്മുടെ ഹീറോ അവളോട് ഓരോന്ന് സംസാരിച്ച് അടുക്കാൻ നോക്കുമ്പോൾ അവൾ പറയുന്നത് തന്റെ ഭർത്താവ് ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണെന്നാണ്. അവനാണെങ്കിൽ തന്റെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയി എന്നൊരു കഥ ഇറക്കുന്നുണ്ട്. ശേഷം അവനെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ അവൻ അവളുടെ മുന്നിൽ കോഴിത്തരങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല. അവൾ ഉടനെ ചീഫിനെ വിളിച്ചിട്ട് അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുകയാണ്. അവൾക്ക് അവനെ കുറിച്ച് എന്തോ പന്തികേടായിട്ടാണ് തോന്നിയത്. ഇത് കേട്ട് ബാക്കി ഏജന്റുമാരെല്ലാം അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കാരണം ഇവരുടെ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരിവിടെ ഇരുന്ന് ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. ശേഷം ചീഫ് വിളിച്ച് ഹീറോയോട് സംസാരിക്കുമ്പോൾ അവൾ ഇവന്റെ സൗന്ദര്യത്തിലും സംസാരത്തിലൊക്കെ വീണു എന്നാണ് ചീഫിനോട് അവൻ പറയുന്നത്. പക്ഷെ ചീഫ് ആണെങ്കിൽ അവൾക്ക് നിന്നെ സംശയമാണ്, സോ നോക്കിയും കണ്ടൊക്കെ പണിയെടുക്കാൻ ഉപദേശിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം സുഹി വന്ന് ഇവന്റെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരാദ്യം ലിഫ്റ്റിൽ വെച്ച് കാണുമ്പോൾ ഒന്ന് കൂട്ടിയിടിക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഇവനൊരു ഫോട്ടോ എടുത്ത് അവളുടെ ബാഗിൽ വെച്ചിരുന്നു. അത് തിരികെ കൊടുക്കാനാണ് സുഹി വന്നത്. ആ ഒരു ഫോട്ടോ അവൻ ഫേക്ക് ആയിട്ടുണ്ടാക്കിയ ഇല്ലാത്ത ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഒന്നായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് ഹീറോ അവളെ പരിചയപ്പെടുന്നുണ്ട്. അവന്റെ പുതിയ ഫേക്ക് നെയിം ജങ് ഹ്യുൻ സു എന്നാണ്. സോ നമുക്ക് അവന് ജങ് എന്ന് വിളിക്കാം. എന്തായാലും തിരികെ മുറിയിലേക്ക് വരുന്ന സുഹിയെ തേടി ചീഫിന്റെ കോൾ വരുന്നുണ്ട്. ചീഫ് ജങ്ങിനെ കുറിച്ച് പറയാനാണ് വിളിച്ചത്. അതായത് നമ്മുടെ ഹീറോയെ കുറിച്ച്. അവനോട് ഇവൾക്ക് സെന്റിമെന്റ്സ് തോന്നാൻ വേണ്ടി ഒരു കഥയൊക്കെ ഇറക്കുന്നുണ്ട്. അതായത് ജങ്ങിന്റെ ഭാര്യയെ ആരോ കവർച്ചയ്ക്കിടെ കൊന്നതാണെന്നും മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായിരുന്നു എന്നൊക്കെയാണ് തട്ടിവിടുന്നത്. ആ കഥയിൽ നമ്മുടെ പാവം സുഹി കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. എന്നാലും അടുത്ത ദിവസങ്ങളിൽ ജങ് കൂടുതൽ എഫേർട്ട് ഇട്ട് അവൾക്ക് വേണ്ടി ബസ്സൊക്കെ പിടിച്ചു കൊടുക്കുകയും കൊച്ചിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നത് കാണുമ്പോൾ അവൾക്കും അവനോടൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. മാത്രമല്ല അവൾ അവനെ നാടകത്തിനൊക്കെ ക്ഷണിക്കുകയാണ്. അവൾ എന്തോ ഡേറ്റിന് വിളിച്ചതുപോലെ അവൻ നാണിക്കുമ്പോഴാണ് അവൾ അഭിനയിക്കുന്ന നാടകം കാണാനാണ് വിളിച്ചതെന്ന് സുഹി പറയുന്നത്. ഇതിനിടയിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ലിഫ്റ്റിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇത് അമ്മയുടെ ബോയ് ഫ്രണ്ട് ആണോ എന്നാണ് നമ്മുടെ യുൻഹി കൊച്ചി ചോദിക്കുന്നത്. ആ കൊച്ചിന് പോലും ഈ കാര്യത്തിലൊക്കെ വലിയ അറിവാണെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും അടുത്ത ദിവസം നാടകത്തിന് പോകാൻ രണ്ടുപേരും റെഡിയാകുമ്പോൾ സുഹിയുടെ ഇഷ്ടങ്ങൾ എഴുതി വെച്ച ഡയറി നോക്കി അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ജങ് ഒരുങ്ങിയത്. അവളുടെ അഭിനയം സ്റ്റേജിൽ കണ്ട് അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ശേഷം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ അവളുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ പ്രശംസിക്കുന്നുണ്ട്. അവളാണെങ്കിൽ അവന്റെ ടൈയിലേക്ക് നോക്കിയിട്ട് അവനത് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുകയാണ്. ആക്ച്വലി ഈ ഒരു കളറിലുള്ള ടൈ ആയിരുന്നു കല്യാണ ദിവസം അവൾ ബോസിന് കെട്ടിക്കൊടുത്തത്. അന്ന് അവളെ രക്ഷിച്ചു കൊണ്ടുപോയ ദിവസം ബോസ് ഒരു ഫ്രോക്ക് നോക്കി നിന്നിരുന്നില്ലേ, അതേ ഫ്രോക്കായിരുന്നു അവരുടെ കല്യാണ ദിവസം അവൾ ധരിച്ചത്. അന്ന് ബോസിന്റെ വലം കൈയായ ചുൻമോ ഒരു ജോലിയുണ്ടെന്ന് പറഞ്ഞ് സിയോളിലേക്ക് പോകുന്നുണ്ട്. ഇവരും ഉടനെ ഹണിമൂണിനായിട്ട് സിയോളിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സുഹിയും ബോസും തമ്മിലുള്ള വിവാഹം വളരെ മനോഹരമായി തന്നെ കഴിഞ്ഞു. അവരുടനെ തന്നെ സിയോളിലേക്ക് പറന്നു. അവളാണെങ്കിൽ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ വെച്ച് ബോസ് ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. ഈ ഫൈറ്റും സ്റ്റണ്ടുമെല്ലാം നിർത്തി സാധാരണ ജീവിതം നയിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നുവെന്ന്. അക്കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇടുമ്പോഴേക്കും അവനൊരു കോൾ വരികയാണ്. നേരത്തെ തന്നെ സിയോളിലെത്തിയ ഇവരുടെ ടീമിലെ ചുൻമോയെ ആരോ കിഡ്നാപ്പ് ചെയ്തു. അവനെ രക്ഷിക്കാനായിട്ട് ബോസ് പോകുമ്പോൾ സുഹിയെ അവൻ കൂടെ കൂട്ടുന്നില്ലട്ടോ. പക്ഷേ അതായിരുന്നു അവരുടെ അവസാന കൂടിക്കാഴ്ച എന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അവൾ അറിഞ്ഞത്. ചുൻമോയെ രക്ഷിക്കാൻ പോയ ബോസ് വളരെ മൃഗീയമായിട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മുഖം പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ചതഞ്ഞെരഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചുൻമോ ആ സത്യം അവളോട് വെളിപ്പെടുത്തുന്നത്. അവനും ബോസും ചേർന്ന് സുഹിയുടെ അച്ഛന്റെ യഥാർത്ഥ കൊലപാതകയെ കണ്ടെത്തിയിരുന്നു. അവനെ തീർക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത്.
സംഭവിച്ചത്. തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊന്നത് ഒരാളാണെന്ന് തിരിച്ചറിയുന്ന സുഖി അവൻ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ച് അലറിക്കരയുകയാണ്. അങ്ങനെ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന സുഖിയെ ജങ് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ ഫീലിംഗ്സ് കാണിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൾക്കൊരു കോൾ വരികയാണ്. ശേഷം അവൻ പറയുന്നത് ഇനിയും സുഖിയുടെ മകൾക്ക് ഇവരെ ഒരുമിച്ച് കണ്ട് സംശയം തോന്നണ്ട എന്ന് കരുതി അവൻ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ മഴയത്ത് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ ഇങ്ങനെ ഒരു ജെന്റിൽമാനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവളും ആ മഴയത്ത് അവനെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾക്കും അവനോടൊരു ഫീലിംഗ്സ് ഒക്കെ തോന്നി തുടങ്ങുമ്പോൾ തന്റെ ഭർത്താവ് ശരിക്കും മരിച്ചു പോയതാണെന്ന സത്യവും അവൾ അവനോട് തുറന്നു പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് പോകുമ്പോഴാണ് സുഖിക്ക് വീണ്ടും ഒരു കോൾ വരുന്നത്. അതിനെ തുടർന്ന് യുൻഹി അവനെ ഏൽപ്പിച്ചിട്ട് തന്റെ സഹപ്രവർത്തകയ്ക്ക് ഒരു പരിക്കു പറ്റി, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. പക്ഷേ അപ്പോഴവളെ വിളിച്ചത് പഴയ മിഞ്ചു ആയിരുന്നു, നമ്മുടെ ഏജൻസിയിൽ ഉണ്ടായിരുന്ന അവളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്. അന്ന് മിഞ്ചുവിന് എന്ത് സഹായത്തിനും പുറത്ത് സുഖി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. സോ ഇന്ന് മിഞ്ചുവിനുള്ള ആദ്യ മിഷൻ കിട്ടിയിട്ടുണ്ട്. നീണ്ട നാളുകൾക്ക് ശേഷം പരസ്പരം കണ്ട സന്തോഷമെല്ലാം പങ്കുവെച്ച് അവർ ആ ഒരു മിഷന് പോവുകയാണ്. ഈ കാണുന്ന രണ്ട് ആളുകളുടെ കയ്യിൽ ഇവർക്ക് വേണ്ട കുറച്ച് ഡാറ്റാസ് ഉണ്ട്. അതടിച്ചു മാറ്റാനാണ് ഇവർ വന്നിരിക്കുന്നത്. അവരെ സെഡ്യൂസ് ചെയ്ത് സുഖി ഒരുത്തന്നെ ഫോൺ അടിച്ചു മാറ്റി വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. ശേഷം അതിലെ ഡാറ്റയെല്ലാം പെൻഡ്രൈവിലാക്കി അവൾ അത് തലയിൽ ഒളിപ്പിക്കുകയാണ്. പക്ഷേ പണി കഴിഞ്ഞ് വാഷ്റൂമിന് പുറത്തിറങ്ങുമ്പോഴാണ് പെട്ടു എന്ന കാര്യം മനസ്സിലാകുന്നത്. അവന്മാർക്ക് ഇവരുടെ ഉദ്ദേശമൊക്കെ മനസ്സിലായിരുന്നു. സോ മിഞ്ചുവിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവരവളോട് ഫോണും പെൻഡ്രൈവും ഒക്കെ ചോദിക്കുകയാണ്. സുഖിയാണെങ്കിൽ പെൻഡ്രൈവ് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവൾ അതിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ടൂൾ എടുത്ത് അവന്മാരെ നേരിടുകയാണ്. അങ്ങനെ രണ്ട് പെൺകരുത്തുകളും ചേർന്ന് അവരെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ആ പോരാട്ടത്തിൽ രണ്ടുപേർക്കും സാരമായിട്ട് പരിക്കേൽക്കുന്നുണ്ട്. അവസാന നിമിഷം അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് സുഖിക്ക് നേരെ ഒരുത്തൻ കത്തിയുമായിട്ട് വരുന്നതും അത് കണ്ട് മിഞ്ചു തന്റെ ജീവൻ കൊടുത്ത് സുഖിയെ രക്ഷിക്കുന്നതും. ദേഷ്യവും വിഷമവും ഒക്കെ ഒരുപോലെ വരുന്ന സുഖിയാണെങ്കിൽ തന്റെ കൂട്ടുകാരിയെ കുത്തിയവനെ അതേ കലിപ്പിൽ തന്നെ കുത്തി കുത്തി കൊല്ലുകയാണ്. അപ്പോഴും മിഞ്ചുവിന് ഒരൽപ്പം ജീവൻ ബാക്കിയുണ്ടായിരുന്നു. സുഖി അവളെയും താങ്ങി പുറത്തേക്ക് വരുമ്പോൾ അവിടേക്ക് വണ്ടിയിൽ വരുന്ന ചീഫ് ആ പെൻഡ്രൈവ് വാങ്ങി അവരുടെ കാര്യം മാത്രം നോക്കുകയാണ്. മിഞ്ചുവിനെ രക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം മിഞ്ചു അടക്കം എല്ലാവരും ഇവർക്ക് വെറും സ്ലീപ്പർ സെൽസ് മാത്രമാണ്. സ്വന്തം ജീവൻ നിലനിർത്തി മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അക്കാര്യം സുഖിയുടെ മനസ്സിനെ ഒത്തിരി നോവിച്ചു. തിരിച്ച് വീട്ടിലേക്കെത്തുന്ന അവൾക്ക് ആശ്വാസമായത് ജങ് മാത്രമായിരുന്നു. ഇതേസമയം ഇക്കഴിഞ്ഞ മിഷനിലൂടെ സുഖി കൊടുത്ത പെൻഡ്രൈവിൽ നിന്നും ഏജൻസിക്ക് വേണ്ട ഒത്തിരി ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു. അതിലുണ്ടായിരുന്നത് സുഖിയുടെ ഭർത്താവ് ബോസിന്റെ വലം കൈയായിരുന്ന ചുൻമോയുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. അവനിപ്പോൾ ഈ ഏജൻസിയുടെ രഹസ്യങ്ങളടങ്ങിയ ഹാർഡ് ഡ്രൈവിലെ ഡാറ്റ ഉപയോഗിച്ച് വളർന്ന് വലിയ ആളായിട്ടുണ്ട്. ഈ ഹാർഡ് ഡ്രൈവ് ചുൻമോക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരാൾ മയക്കുമരുന്ന് അടങ്ങിയ ഒരു പെട്ടി എടുത്തുകൊണ്ട് പോകുന്നില്ലേ, ആ പെട്ടിയിലാണ് അവിടുത്തെ വില്ലന്മാർ ഇവരുടെ ഹാർഡ് ഡ്രൈവ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. അങ്ങനെയാണ് ചുൻമോക്ക് ഇവരുടെ ഡാറ്റാസ് അടങ്ങിയ ഹാർഡ് ഡ്രൈവ് കിട്ടുന്നത്. പക്ഷേ എന്തിനാണ് ചുൻമോ എന്ന ഒരു മയക്കുമരുന്നിന് പെട്ടിയൊക്കെ അടിച്ചു മാറ്റിയതെന്ന് നമുക്കറിയില്ല. അത് നമുക്ക് വഴിയെ തന്നെ കണ്ടറിയാം. സോ ഇവന്റെ ടീമിലുണ്ടായിരുന്ന സുഖി എങ്ങനെയാണ് ഏജൻസിയിൽ എത്തിയതെന്നായി ഇവരുടെ സംശയം. ഇനി ഇവളെങ്ങനെ ഡബിൾ ഏജന്റ് ആണെങ്കിലോ? പക്ഷേ ചീഫിന് അവളെ ഒത്തിരി വിശ്വാസമാണ്. ഓൾറെഡി അവൾ നിരീക്ഷിക്കാൻ വേണ്ടി ജങ്ങിനെയും ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. മാത്രമല്ല ഈ ചുൻമോ സുഹിയുടെ ഭർത്താവിനെ കൊന്നതാണെന്നാണ് ചീഫ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചുൻമോയുടെ ഇപ്പോഴത്തെ തലവനെ കൊല്ലാൻ വേണ്ടി സുഹിയെ തന്നെ ഏൽപ്പിക്കാമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അടുത്ത ദിവസം രാവിലെയാകുമ്പോൾ യുൻഹിക്കോച്ച് വന്ന് ജങ്ങിനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിന് അവനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാണ് റൈറ്റ് ടൈം എന്ന് മനസ്സിലാക്കി അവൻ സുഹിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അവർ പരസ്പരം ശരിക്കും ആരാണെന്നുള്ള കാര്യമൊന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും ഉള്ളിലുള്ള സ്നേഹം രണ്ടുപേരും തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കല്യാണത്തിനുള്ള സമ്മതം ചോദിക്കാനായിട്ട് സുഹി ചീഫിനെ വന്ന് കാണുന്നുണ്ട്. ചീഫിന്റെ ലക്ഷ്യം ഇവരുടെ കല്യാണമായിരുന്നല്ലോ. സോ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ചീഫ് സമ്മതിക്കുകയാണ്. ആ സന്തോഷത്തിൽ തന്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിച്ചു എന്ന വിവരം അവൾ ജങ്ങിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. എന്നാൽ അന്നേരം അവനുള്ളത് ചീഫിന്റെ കൂടെയാണെന്നും ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആണെന്നും പാവം സുഹിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അതിസുന്ദരിയായിട്ട് നവവധുവായിട്ട് സുഹി ഒരുങ്ങി നിൽക്കുകയാണ്. അന്നേരമാണ് അവളുടെ ഏജൻസിയിലെ ശത്രുവായ കിം വന്ന് അവൾക്ക് പുതിയൊരു മിഷൻ കൊടുക്കുന്നത്. ചീഫ് വിളിച്ചിട്ട് സുഹിയോട് കാര്യം പറയുകയാണ്. ആദ്യം അവളോട് വാഷ്റൂമിലേക്ക് പോകാൻ പറയും. അവിടെ പല സ്ഥലങ്ങളിലായിട്ട് PST-1ന്റെ ഭാഗങ്ങൾ നേരത്തെ ഒളിച്ചു വെച്ചിരുന്നു. അവൾ ആ ഒരു ഗണ്ണൊക്കെ സെറ്റ് ചെയ്ത് ഫാനിനിടയിലൂടെ തൊട്ടടുത്ത കെട്ടിടത്തിലെ 4ാം നിലയിലേക്ക് സ്റ്റൈലായിട്ട് ഉന്നം വെക്കുകയാണ്. പക്ഷെ ഒരു നിമിഷം ടാർഗറ്റിനെ കണ്ടതും അവളുടെ മനസ്സൊന്ന് ഇടറുകയാണ്. അന്ന് അവളുടെ ഉന്നം ആദ്യമായിട്ട് പിഴച്ചു. ടാർഗറ്റ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരെയും അവൾ വെടിവെക്കുന്നുണ്ടായിരുന്നു. ടാർഗറ്റ് ആരാണെന്ന് അവൾ ഇടറിയ ശബ്ദത്തോട് ചോദിക്കുമ്പോൾ അത്തരം ചോദ്യമൊന്നും വേണ്ട എന്നാണ് ചീഫ് മറുപടി കൊടുക്കുന്നത്. ആ ടാർഗറ്റ് ആരാണെന്നല്ലേ ഇത്രയും നാൾ മരിച്ചുപോയി എന്ന് അവളും നമ്മളും ഒരുപോലെ വിശ്വസിച്ചിരുന്ന സുഹിയുടെ ഭർത്താവ് ബോസ് ആയിരുന്നു അത്. എന്തായാലും ടാർഗറ്റ് മിസ്സായതിൽ ചീഫ് അവളോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും കല്യാണത്തിന് സമയമാകുമ്പോൾ അവൾ ആ ഗണ്ണിന്റെ പാർട്സ് എല്ലാം പഴയ പോലെ വെച്ച് വിവാഹ ചടങ്ങിലേക്ക് പോവുകയാണ്. യുൻഹിക്കുട്ടിയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് അമ്മയുടെ കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട്. എന്നാൽ മുൻ ഭർത്താവിനെ കണ്ട ഷോക്കിൽ വിവാഹ ചടങ്ങിലേക്ക് പരിഭ്രമിച്ച് നടക്കുന്ന സുഹി പഴയ കാര്യങ്ങൾ വീണ്ടും ഓർക്കുകയാണ്. അന്ന് അവളുടെ ഭർത്താവ് മരിച്ച ദിവസം അവനെ കൊന്നത് ആരാണെന്ന് ചുൻമോ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അവന്മാരെയെല്ലാം കൊല്ലാനായിട്ട് അവൾ ഒരുങ്ങുമ്പോൾ ചുൻമോ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനില്ലാതെ എനിക്ക്
എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് അവൾ വില്ലന്മാരുടെ കോട്ടയിലേക്ക് കയറിയത്. അന്ന് അവിടെ നടന്നതെല്ലാം മുൻ ഭർത്താവിന്റെയും ചുന്മയുടെയും അഭിനയമായിരുന്നു എന്ന് ഇപ്പോഴാണ് റിവീൽ ആകുന്നത്. അന്നവൾ പ്രതികാരദാഹിയായി ചെന്നാടിയ സംഹാര താണ്ഡവമാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. സത്യം പറഞ്ഞാൽ തന്റെ ഭർത്താവിനോടും അച്ഛനോടും ഉണ്ടായിരുന്ന സ്നേഹമാണ് സുഹിയെ ഇപ്പോഴീ വിവാഹവേദി വരെ എത്തിച്ചത്. എന്തായാലും ജങ്ങുമായുള്ള വിവാഹം ഇവിടെ നടക്കുമ്പോൾ കിം വന്ന് ആ വാഷ്റൂമിലെ തെളിവെല്ലാം നശിപ്പിക്കുകയാണ്. അന്നേരം സുഹിക്ക് മിസ്സായ ആ ദൗത്യം ചീഫ് ഇവിടെ കിമ്മിനെ ഏൽപ്പിക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തെളിവ് അത് ശ്രദ്ധിക്കാതെ അത് നശിപ്പിക്കാതെയാണ് കിം അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു തെളിവ് ഇവിടേക്ക് വരുന്ന ബോസ് കാണുന്നുണ്ട്. സോ ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്നന്വേഷിച്ചു വരുന്ന ബോസിനെ അന്നിവിടെ നടന്ന കല്യാണ ഫോട്ടോസൊക്കെ കണ്ടിട്ട് സുഹിയുടെ മുഖം പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അവൾ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മുഖം മാറ്റിയെങ്കിലും ബോസിന് എന്തോ ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ അന്വേഷിച്ച ശേഷം ബോസ് അവളെ കണ്ടുപിടിച്ച് നാടകം കാണാനൊക്കെ എത്തുന്നുണ്ട്. അന്ന് ആ കൂട്ടത്തിൽ ബോസിനെ കണ്ട് അവളൊന്ന് പാനിക് ആകുന്നുണ്ട്. ശേഷം അവൾ തന്റെ അഭിനയമൊക്കെ പൂർത്തിയാക്കി ജങ്ങുമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും അവൾക്ക് അയാളുടെ ചിന്ത തന്നെയായിരുന്നു. അപ്പോഴൊരു കോൾ വന്നതിനെ തുടർന്ന് ജങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ബോസ് അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. അവൾ അയാളോട് പരിചയമില്ലാത്ത പോലെ നോർമലായിട്ട് അഭിനയിച്ച് സംസാരിക്കുമ്പോൾ അയാൾ താഴെ അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിയാണ് സംസാരിക്കുന്നത്. അവൻ എന്തൊക്കെയോ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. അവൾ സുഖിയാണെന്ന് അവന് ഏകദേശമൊക്കെ മനസ്സിലായി. പക്ഷേ അവൻ അവൾക്ക് പിടികൊടുക്കാതെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. ശേഷം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അവൾ ഇത്രയും നേരം അടക്കി പിടിച്ച ഇമോഷൻസ് എല്ലാം പുറത്തേക്ക് ചാടുകയാണ്. അതേസമയം ചീഫുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ജങ്ങിന്റെ സംസാരം ബോസിന്റെ ആളുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വിവാഹ ദിവസം ആരെ കൊല്ലാനാണ് അവളെ ഏൽപ്പിച്ചത് എന്നാണ് ജങ് ചീഫിനോട് ചോദിച്ചത്. സോ ഇവരുടെ മൊത്തം പ്ലാനും സുഹിയുടെ നിലവിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ ബോസിന് മനസ്സിലായിട്ടുണ്ട്. അന്നേരം ബോസ് ഒരു പഴയ കാര്യം ഓർക്കുകയാണ്. അന്നൊരിക്കൽ സുഹിയെ രക്ഷിക്കാനായിട്ട് മറ്റേ കിളവനെ ഷൂട്ട് ചെയ്ത ദിവസം അയാളുടെ മുഖം സ്വപ്നം കണ്ട് അവൻ ഒത്തിരി പേടിച്ചിരുന്നു. അന്നാണ് അവൾ അവനെ ആ വെള്ളയുടുപ്പൊക്കെ ഇട്ട് തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. അവരുടെ വിവാഹശേഷം അവൾ തന്റെ പ്രതികാരമൊക്കെ ഉപേക്ഷിച്ച് സാധാരണ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ പ്രതികാരം ഇതുവരെ തീർന്നില്ലേ എന്നാണ് ബോസ് അവളോട് ചോദിക്കുന്നത്. അതിനവളുടെ മറുപടി ഇതായിരുന്നു, എന്റെ അച്ഛനെ കൊന്നത് മറ്റൊരാളായിരുന്നു. അതാരാണെന്ന് അവൻ ചോദിക്കുമ്പോൾ വീണ്ടും പ്രസന്റിലെ കാര്യം കാണിക്കുകയാണ്. സുഹിയും ബോസും തമ്മിൽ നാടകത്തിന് ശേഷം കണ്ട കാര്യം ചീഫ് അറിഞ്ഞിരുന്നു. സോ ടാർഗറ്റുമായിട്ട് എന്തിനാണ് സംസാരിച്ചത് എന്നൊക്കെ അവരവളെ ചോദ്യം ചെയ്യുകയാണ്. അയാൾ നാടകത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണെന്ന് അവൾ പറയുമ്പോൾ ഓൾറെഡി അവൻ ഇവളുടെ മുൻ ഭർത്താവാണെന്നറിയുന്ന ചീഫ് അവളെ വാൺ ചെയ്താണ് വിടുന്നത്. അതൊരു ഭീഷണിയായിട്ട് അവൾക്കും തോന്നുന്നുണ്ട്. കാരണം സുഹി ആദ്യമായിട്ടാണ് ഒരു മിഷനിൽ പരാജയപ്പെട്ടത്. ഇതേ സമയം സുഹിക്ക് കല്യാണ ദിവസം കൊടുത്ത ടാർഗറ്റ് അവളുടെ മുൻ ഭർത്താവായിരുന്നു എന്ന വിവരം ജങ്ങും കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ആരാധകൻ തന്നതാണെന്ന രീതിയിൽ സുഹിക്ക് ഒരു മനോഹരമായ ബൊക്കെ കിട്ടുന്നതാണ്. അതിനുള്ളിലുണ്ടായിരുന്ന ലെറ്ററും പെൻഡ്രൈവും അവൾ അവിടെയുണ്ടായിരുന്ന കിമ്മിൽ നിന്നും മറച്ചു പിടിക്കുകയാണ്. അപ്പോഴാണ് കിം പറയുന്നത് സുഹി മിസ്സാക്കിയ ടാർഗറ്റിനെ കൊല്ലാനാണ് താൻ പുറപ്പെടുന്നതെന്ന്. സോ കിം പോയ ശേഷം അവിടെയുള്ള ക്യാമറകളിൽ നിന്നൊക്കെ കണ്ണുവെട്ടിച്ച് അവൾ ഒരു ഇന്റർനെറ്റ് കഫേയിലേക്ക് പോവുകയാണ്. കാരണം ചീഫ് എപ്പോഴും അവളെ നിരീക്ഷിക്കുന്ന വിവരം അവൾ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു. ആക്ച്വലി അവൾക്ക് കിട്ടിയ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് ജങ്ങിന്റെ കോൾ റെക്കോർഡായിരുന്നു. അവൻ ശരിക്കും ചീഫ് പറഞ്ഞു വിട്ടതിനെ തുടർന്ന് തന്റെ ജീവിതത്തിലേക്ക് എത്തിയതാണെന്നറിയുന്ന നിമിഷം സുഹി ഒത്തിരി വിഷമിക്കുകയാണ്. സോ ഈ വിവരം തനിക്കെത്തിച്ച മുൻ ഭർത്താവായ ബോസിനോട് അവനെ കൊല്ലാൻ കിം വരുന്ന വിവരം അവൾ മെസ്സേജ് ചെയ്ത് അറിയിക്കുകയാണ്. അങ്ങനെ ബോസിനെ കൊല്ലാൻ പോയ കിമ്മിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അവളെ അവരുടെ ടീം പിടിച്ചുവെച്ച് ഉപദ്രവിക്കുമ്പോൾ അവളുടെ മാലയുടെ ലോക്കറ്റിൽ ഉണ്ടായിരുന്ന ക്യാമറയിലൂടെ ആ കാര്യങ്ങളൊക്കെ ചീഫ് കാണുന്നുണ്ടായിരുന്നു. സോ അവന്മാരെ ലോക്കറ്റ് പൊട്ടിച്ചെറിയുമ്പോൾ ചീഫ് ജങ്ങിനെ വിളിച്ച് ആ വിവരമൊക്കെ അറിയിക്കുകയാണ്. സുഹിയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണമെന്ന് ചീഫ് പറയുമ്പോൾ ജങ് ചോദിക്കുന്നത് അവളുടെ മുൻ ഭർത്താവായിരുന്നു ടാർഗറ്റ് എന്നായിരുന്നു. അതിനുള്ള മറുപടി കൊടുക്കാൻ ചീഫ് തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും ജങ്ങിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞ സുഹി അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് വരുന്നുണ്ട്. അവളെ കാണുമ്പോൾ അവൻ വിഷയം മാറ്റുകയാണ്. നാട്ടിലുള്ള അമ്മയ്ക്ക് തീരെ വയ്യ, സോ ഞാൻ അവിടം വരെ പോയിട്ട് അവരുടെ കൂടെ നിന്നിട്ട് വരാം, നീ യുൻഹിയെ നന്നായിട്ട് നോക്കണമെന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ സത്യങ്ങളെല്ലാം അറിഞ്ഞതായിട്ട് അവനോട് ഭാവിക്കുന്നതേയില്ല. പക്ഷെ അവൾ വിശ്വസിച്ച് സ്നേഹിച്ച അടുത്ത പുരുഷനും അവളെ പറ്റുകയായിരുന്നു എന്നറിഞ്ഞ സുഹി ആകെ തകർന്നിരുന്നു. അന്ന് അവളുടെ നേർക്ക് തോക്ക് ചൂണ്ടി സാക്ഷാൽ ചീഫ് വന്ന് മുന്നിൽ നിൽക്കുകയാണ്. കാരണം ബോസും ടീമും പിടിച്ചുവെച്ച കിമ്മിനെ തിരിച്ചു കിട്ടണമെങ്കിൽ ഇവർ സുഹിയെ അവർക്ക് കൈമാറണം. ഇതേ സമയം ജങ് ആണെങ്കിൽ നാട്ടിലേക്ക് എന്ന് പറഞ്ഞു പോയത് സുഹിയുടെ അച്ഛന്റെ പഴയ കൂട്ടുകാരൻ കിളവനിലെ അയാളെ കാണാനാണ്. അയാൾ ഇതുവരെ മരിച്ചിട്ടില്ലായിരുന്നു. അയാൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വർഷങ്ങളോളം കിടക്കയിൽ തന്നെയാണ്. സോ സുഹി ബാക്കി വെച്ച കടം തീർക്കാനാണ് താൻ വന്നതെന്ന് ജങ് അയാളോട് പറയുകയാണ്. അപ്പോൾ ഇവിടെ സുഹിയാണെങ്കിൽ ജങ്ങും ചീഫും അവളെ ചതിച്ചു എന്ന് മനസ്സിലാക്കി ഇവരോട് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ചീഫാണെങ്കിൽ അവളോട് കൂടുതലൊന്നും സംസാരിക്കാതെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. ആ കിളവനെ തീർത്ത ജങ് ആ സമയത്ത് ചീഫിനെ വിളിച്ചിട്ട് സുഹിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവനോട് ചീഫ് പറയുന്നത് അവൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, സോ നീ നേരെ വീട്ടിലേക്ക് ചെല്ല് എന്നായിരുന്നു. പറഞ്ഞതനുസരിച്ച് അവൻ യുൻഹിയെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്ന് രാത്രി സുഹിയെയും കൊണ്ട് കിമ്മിനെ രക്ഷിക്കാൻ പോയ ചീഫിന്റെ വണ്ടിയിൽ മറ്റൊരു ബൈക്ക് വന്നിടിച്ച് ആക്സിഡന്റ് ആകുന്നുണ്ട്. അത് പക്ഷേ സുഹിയെ രക്ഷിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഫേക്ക് ആക്സിഡന്റ് ആയിരുന്നു. അവളുടെ മുൻ ഭർത്താവായിരുന്ന ബോസ്
ബോസ് വന്ന് ഇങ്ങനൊരു ഡ്രാമ കളിച്ച് സുഹിയെ രക്ഷിച്ചുകൊണ്ട് പോകുമ്പോൾ ചീഫ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട സുഹി യുൻഹിയെയും കൊണ്ട് തിരികെ വരാമെന്ന് ബോസിനോട് പറയുമ്പോൾ കരുതലിനായിട്ട് ഒരു ഗണ്ണും കൊടുത്താണ് ബോസ് അവളെ അപ്പാർട്ട്മെന്റിലേക്ക് വിടുന്നത്. പക്ഷെ അവൾ താഴെ എത്തിയപ്പോൾ തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് കാണുന്നത്. ആ ഒരു പൊട്ടിത്തെറിയിൽ അവളുടെ കൺമുൻപിൽ വെച്ച് ജങ്ങും യുൻഹിയും താഴേക്ക് വീഴുകയാണ്. തന്റെ അവസാന നിമിഷത്തിലും യുൻഹിയെ രക്ഷിക്കാൻ ജങ് ഒത്തിരി ശ്രമിച്ചെങ്കിലും അവനതിന് സാധിച്ചില്ല. അങ്ങനെ അവളുടെ കൺമുൻപിൽ വെച്ച് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ജീവൻ കൂടി ഇല്ലാതായി. ശേഷം അവൾ നേരെ വരുന്നത് ചീഫിനെ കാണാൻ വേണ്ടി അവരുടെ സംഗീതത്തിലേക്കാണ്. അവൾ കരുതുന്നത് ഇതിനെല്ലാം പിന്നിൽ ചീഫാണെന്നാണ്. സോ അവരെ കൊല്ലാനായിട്ട് അവൾ തോക്ക് ചൂണ്ടുമ്പോൾ അന്ന് നടന്ന യഥാർത്ഥ സംഭവം അവരവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. CCTVയിൽ റെക്കോർഡായ വിഷ്വൽസ് ഒക്കെ അവരവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് യുൻഹിയെയും കൂട്ടി റൂമിലേക്ക് വന്ന ജങ്ങിനെ കാത്ത് ബോസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ശരിക്കും സുഹിയെയും മകളെയും കൊല്ലാനാണ് പ്ലാൻ ചെയ്തത്. പണ്ടേ തന്നെ സുഹിയെ കൊല്ലണമായിരുന്നു എന്ന് ബോസിന്റെ വലങ്കയായ ചുൻമോ പറയുമ്പോൾ അവൾ ബോസിനെ ഒത്തിരി പ്രണയിച്ചിരുന്നുവെന്നും യുൻഹി ബോസിന്റെ മകളാണെന്നും ജങ് പറയുന്നുണ്ട്. പക്ഷെ അന്നേരം ഇവരെ കോൾ ചെയ്യുന്ന ബോസ് വരെ പറയുന്നത് അയാളുടെ സ്വന്തം മകളാണെങ്കിലും ആ കുഞ്ഞിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കെന്നാണ്. ജങ്ങിന് കുഞ്ഞിനോടുള്ള വാത്സല്യത്തിന്റെ ഒരംശം പോലും അച്ഛനില്ല എന്ന് കാണുമ്പോൾ അവൻ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ തന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പോരാട്ടത്തിൽ അവൻ പരാജയപ്പെടുകയായിരുന്നു. അതേസമയം അവിടെ പിടിച്ചു വച്ചിരുന്ന കിം ഇവരവളെ പറഞ്ഞേൽപ്പിച്ച ജോലിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ കാര്യം കഴിഞ്ഞപ്പോൾ പാവം കിമ്മിനെ അവർ വെടിവെച്ച് കൊല്ലുകയാണ്. ഒപ്പം ആ മുറിയിൽ ബോംബ് സെറ്റ് ചെയ്ത് അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കറക്റ്റ് സമയത്ത് സുഹിയെ ഇവിടെ എത്തിച്ച് അവളുടെ കൺമുൻപിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊല്ലാനാണ് ബോസ് പ്ലാൻ ചെയ്തത്. എങ്കിലും അവസാന നിമിഷം ബോധം തെളിയുന്ന ജങ് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും സംഭവിച്ചതെന്താണെന്ന് നമ്മളും കണ്ടതാണല്ലോ. തന്റെ കുഞ്ഞിനെ കൊല്ലാൻ അവളുടെ സ്വന്തം അച്ഛൻ തന്നെയാണ് ശ്രമിച്ചതെന്നറിഞ്ഞ നിമിഷം സുഹി ആകെ തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ ചീഫ് അവളോടൊരു സത്യം കൂടി വെളിപ്പെടുത്തുകയാണ്. നീയും ജങ്ങും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കണ്ടുമുട്ടിയെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം അവന് നിന്നെ അത്രയ്ക്കിഷ്ടമായിരുന്നു. ഒരുപക്ഷെ അവൻ മാത്രമായിരിക്കും നിന്നെ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ഒരേ ഒരാൾ. അത് അവൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ചീഫ് ഏൽപ്പിച്ച ഒരു ഓഡിയോ റെക്കോർഡ് കേൾക്കുമ്പോഴാണ്. അന്ന് സുഹിയുമായുള്ള കല്യാണത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടി ചീഫിനെ കണ്ട ദിവസം ജങ് അവന്റെ പ്രണയത്തെക്കുറിച്ച് ചീഫിനോട് പറഞ്ഞിരുന്നു. അപ്പോൾ ചീഫ് പറഞ്ഞത് കത്തിമുനയിൽ ജീവിക്കുന്നവളാണ് സുഹി, അവളുമായിട്ടൊരു യഥാർത്ഥ വിവാഹ ജീവിതം ഒരിക്കലും പോസിബിൾ അല്ല എന്നായിരുന്നു. പക്ഷേ അവനവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നും അവൾ നല്ലൊരു ജീവിതം അർഹിക്കുന്നുണ്ടെന്നും അവൻ പറയുമ്പോൾ നീയും എന്നെ പോലെ ആയിപ്പോകരുത് എന്നാണ് ചീഫ് പറഞ്ഞത്. സോ ചീഫും യഥാർത്ഥത്തിൽ ആരെയോ സ്നേഹിച്ച് നഷ്ടപ്പെടുത്തിയതാണെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം. തകർന്ന് തരിപ്പണമായിരുന്ന ഇതെല്ലാം കേൾക്കുകയാണ് പാവം സുഹി. സുഹിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ തന്നെ ചതിച്ച് ഇത്രയും വർഷം മറഞ്ഞിരുന്ന ബോസ് ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവനെ അവൾ അന്ധമായിട്ട് വിശ്വസിച്ചത്. അതിനൊറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ, അത് സ്നേഹമാണ്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ നമ്മുടെ പാവം സുഹിയെ പോലെയാണ്. എത്രയൊക്കെ സ്ട്രോങ് ആണെങ്കിലും മനസ്സിന് ഒത്തിരി കട്ടിയുണ്ടെന്നൊക്കെ പറയുമെങ്കിലും സ്നേഹത്തിന് മുമ്പിൽ മാത്രമാണ് അവരെപ്പോഴും തോറ്റുപോകുന്നത്. സോ നമ്മൾ ഈ കഥയിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ സുഹിയുടെ ജീവിതം വീണ്ടും നശിപ്പിച്ചവനെ വെറുതെ വിടാൻ അവൾ തയ്യാറായിരുന്നില്ല. സോ അവൾ അവരുടെ സംഗീതത്തിലേക്ക് ഒരു കാറും ഓടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ ഒരു കാർ സ്റ്റണ്ട് ചെയ്ത് ആ ബിൽഡിങ്ങിലേക്ക് കയറ്റുകയാണ്. പിന്നെ ഒരു 4-5 മിനിറ്റ് ഫുള്ള് വെടിപ്പുക മയം മാത്രം. കിഡിലൻ ഒരു ഷൂട്ട് ഔട്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങിയേറി. ആ ഒരു വെടിവെപ്പിൽ നമ്മുടെ പെണ്ണിനൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ അവന്മാരുടെ ടീമിൽ കുറെ എണ്ണം ചത്തു വീഴുന്നുണ്ട്. അവസാനം അവന്മാരുടെ എല്ലാം ഉണ്ട തീർന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ജീവനും കൊണ്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. സുഹിയാണെങ്കിൽ അവരെ നോക്കി പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവൾ അവിടെ വെച്ച് കാണുന്നത് മുൻ ഭർത്താവും തന്റെ കുഞ്ഞിനെ കൊല്ലിച്ച ദുഷ്ടനുമായ ബോസിനെയാണ്. അന്നേരം അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ജീവിതത്തിൽ നിമിഷത്തിന്റെ ഒരംശമെങ്കിലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു. ഇനിയിപ്പോ എന്തു പറഞ്ഞാലും അതുകൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ എന്നായിരുന്നു അവന്റെ മറുപടി. സോ അവൾ അവന് നേരെ തോക്ക് ചൂണ്ടി സത്യം പറയാൻ പറയുമ്പോൾ അവൻ ഇങ്ങനെ പറയും, സുഹി, ഞാൻ നിന്നെ ശരിക്കും പ്രണയിച്ചിരുന്നു. എന്നാൽ നിന്റെ അച്ഛനെ കൊന്ന കുറ്റം കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. സോ ഇവിടെ ആ സത്യം വെളിപ്പെടുകയാണ്. അതായത് അന്ന് ബോസും ബോസിന്റെ അച്ഛനും കൂടെയാണ് സുഹിയുടെ അച്ഛനെ കൊന്നത്. എങ്കിലും സുഹിയെ ഇയാൾ ആദ്യമായിട്ട് കാണുന്നത് ആ വേശ്യാലയത്തിൽ വെച്ചാണ്. പിന്നീട് ഒരിക്കലും സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ സുഹിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അച്ഛനെ തന്നെ വെടിവെക്കേണ്ടി വന്ന നിമിഷമാണ് ബോസ് ഇതെല്ലാം തിരിച്ചറിയുന്നത്. പക്ഷെ എന്നിട്ടും മനസ്സില്ലാ മനസ്സോടെ അന്ന് അയാൾ അച്ഛനെ വെടിവെച്ചു. അന്ന് രാത്രി തന്നെ ആ ഒരു കുറ്റബോധത്തിൽ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേൽക്കുന്ന ബോസിനെയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് സുഹിയെ തന്റെ ജീവിതത്തിൽ നിന്നും എന്തിനി ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാനാണ് ബോസ് മരിച്ചുവെന്ന കള്ളക്കഥ ഇറക്കി അവളെ ആ ഒരു ഗ്യാങ്സ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. പക്ഷെ അന്ന് ബോസിന് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, സുഹിയും ഗ്യാങ്സ്റ്റർ ടീമും പരസ്പരം പോരടിച്ച് മരിക്കുക. രണ്ടാമത്തേത്, രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഹാർഡ് ഡ്രൈവ് മോഷ്ടിക്കുക. അതിനാണ് അവർ അന്ന് ആ മയക്കുമരുന്നടങ്ങിയ പെട്ടി എടുത്തു കൊണ്ടുപോയതും. സോ ഈ കുഴഞ്ഞു മറിഞ്ഞു കിടന്ന കഥയെല്ലാം ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പോരാളിയാക്കി മാറ്റിയ ബോസിനോട് തന്നെ അവൻ പഠിപ്പിച്ച വിദ്യയെല്ലാം അവൾ പ്രയോഗിക്കുകയാണ്. അങ്ങനെ കലി കയറിയ സുഹിയുടെ ഒരു 1.5 വാൾപ്പയറ്റാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത്. അവളും ബോസും കൂടി വാളുപയോഗിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് അവൾക്കൊന്ന് പിഴയ്ക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ അടിച്ചിട്ട് അവനെയും തൂക്കി
സുഹി വിൻഡോ വിളിച്ച് പുറത്തേക്ക് ചാടുകയാണ്. പക്ഷെ രണ്ടുപേർക്കും ഒരു വയറിൽ പിടുത്തം കിട്ടുന്നത് കൊണ്ട് ആ ബിൽഡിംഗിലേക്ക് വലിഞ്ഞു കയറാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ചും ഫൈറ്റ് ചെയ്ത് അവൾ അവനെയും കൊണ്ട് താഴേക്ക് ഒരു കാറിലേക്ക് വീഴുകയാണ്. താഴെ എത്തുന്ന ബോസിനെയും കൂട്ടി അവന്റെ ആളുകൾ ഒരു ബസ്സിൽ കയറി പോകാൻ ശ്രമിക്കുമ്പോൾ പുറകെ വന്ന സുഹിയെ ഒരു കാർ ഇടിച്ച് വീഴ്ത്തുന്നുണ്ട്. അവൾ അവിടെ പരിക്ക് പറ്റി കിടക്കുമ്പോഴേക്കും ബോസും ടീമും ബസ്സും എടുത്ത് പോവുകയാണ്. അവളും ആ ഒരു കിളിപോയ അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച ശേഷം അവളെ ഇടിച്ചിട്ട കാറും എടുത്ത് അവനെ ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവൾ ഒരു കുപ്പിയെടുത്ത് ആക്സിലേറ്ററിൽ വെച്ച ശേഷം കാറിന്റെ ഫ്രണ്ടിൽ കയറിയിരുന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് അവരെ ഫോളോ ചെയ്യുകയാണ്. ശേഷം ബോസിന്റെ ബസ് കാണുമ്പോൾ അതിലേക്ക് ചാടി കയറാൻ നോക്കുമ്പോൾ ബസ്സിന് പുറകിലായിട്ട് കുറച്ചു നേരം ഒറ്റ കയ്യിൽ തൂങ്ങിക്കിടക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ അവൾ ആ ഒരു ചില്ലൊക്കെ തകർത്ത് അകത്തേക്ക് കയറി അവന്മാരെല്ലാം അടിച്ചിടുകയാണ്. ആക്ച്വലി ഇവിടെ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുമ്പോൾ ആ ബസ്സിന് പാരലായിട്ട് പോലീസിന്റെ കാറും അവരെ ചേസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ ഓരോരുത്തരെയും തീർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബോസ് അവളെ പുറകിൽ നിന്ന് വെട്ടുന്നത്. അങ്ങനെ കലി കയറുന്ന സുഹിയും ബോസും തമ്മിൽ ഒന്നൊന്നര വാൾപ്പയറ്റ് തന്നെയാണ് നടക്കുന്നത്. അവളുടെ ഷോൾഡറിൽ കത്തി കുത്തിയിറക്കി ബോസ് സ്കോർ ചെയ്യുമ്പോൾ അവൾ അവനെ തിരിച്ചു ആക്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പരിക്കേൽക്കുന്നത് നമ്മുടെ സുഹിക്കാണ്. സോ അവൾ അവശയായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ ബുദ്ധിപരമായിട്ട് ആ ബസ് ഓടിച്ച ബോസിനെ വലങ്കൈയായവന്റെ വലങ്കൈ തന്നെ വെട്ടുകയാണ്. അങ്ങനെ നിയന്ത്രണം വിട്ടുപോകുന്ന ബസ് ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് മറിഞ്ഞു വീഴുമ്പോൾ രണ്ടുപേർക്കും ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയുടെ അവസ്ഥ കണ്ടാൽ ആരും ജീവനോടെ ഉണ്ടെന്ന് തോന്നില്ല. എന്നാലും തന്റെ പ്രതികാരമടങ്ങാതെ നമ്മുടെ സുഹിക്ക് അങ്ങനെ മരിക്കാനാവില്ലല്ലോ. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അവനെ വെട്ടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും എന്തോ താനൊരിക്കൽ പ്രണയിച്ചിരുന്ന സ്വന്തം മകളുടെ അച്ഛനായ ബോസിനെ വെട്ടാൻ അവളുടെ കൈയൊന്ന് വിറയ്ക്കുന്നുണ്ട്. അങ്ങോട്ട് വെട്ടി തീർത്തുകള സുഹി അവൻ ഈ ദയൊന്നും അർഹിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു നിമിഷം അവൻ അവളെ തളർത്താനായിട്ട് പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അവളെ ഇല്ലാതാക്കാൻ അവൻ കളിച്ച നാടകത്തെക്കുറിച്ചും അവന്റെ പ്രഷ്യസായ സ്നേഹത്തെക്കുറിച്ചും അന്നത്തെ അവന്റെ ആ വേദനയെക്കുറിച്ചൊക്കെ. അതുപോലെ ഇവനെ കൊന്ന് അവളും വേദനിക്കണമെന്ന് പറഞ്ഞ് അവൻ ആ പ്രത്യേക രീതിയിലുള്ള ചൂളം അടിക്കുകയാണ്. അന്ന് സുഹിയുടെ അച്ഛനെ കൊന്ന ദിവസം അവളുടെ കാതിൽ മുഴങ്ങിക്കേട്ട അതേ ചൂളമടി, ആ ഒരു ചൂളമടിയിൽ അവൾ ട്രിഗർ ആവുകയാണ്. അങ്ങനെ സുഹി ആ യാഥാർത്ഥ്യം ഇപ്പോൾ ഉൾക്കൊള്ളും. അവൻ തന്നെയാണ് അവളുടെ അച്ഛനെ കൊന്നത്. അച്ഛനെ കൊന്നവനോടുള്ള പ്രതികാരം തീർക്കാനാണ് അവൾ ജീവിച്ചത് പോലും. ഇപ്പോൾ സ്നേഹിച്ചവരെയും എന്തിന് സ്വന്തം ചോരയെ പോലും അവൻ കൊന്നു. ഇനി അവന് ജീവിക്കാൻ ഒട്ടും അർഹതയില്ല എന്ന സത്യം ഉൾക്കൊണ്ട് അവൾ അവനെ വെട്ടി കൊല്ലുമ്പോൾ അവളെയും കാത്ത് പോലീസുകാരും ചുറ്റിനും നിരന്നിരുന്നു. അങ്ങനെ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ടതുപോലെ അവസാനം പോലീസിന് മുൻപിൽ കീഴടങ്ങുന്ന സുഹി തന്റെ പ്രതികാരമടങ്ങിയ സന്തോഷത്തിൽ അതേ പഴയ ആ ചിരി ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യരിങ്ങനെ കയറി ഇറങ്ങി പോകും. ചിലരൊക്കെ മാറാത്ത മുറിപ്പാടുകളുള്ള വേദന തന്നിട്ട് പോകും. ചിലരൊക്കെ ഒത്തിരി സ്നേഹിച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷരാകും. അപ്പൊ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ആരുടെയും ഉപഭോഗ വസ്തു ആകാതിരിക്കുക. ആരെങ്കിലും ഇങ്ങനെ കീ കൊടുക്കുമ്പോൾ തിരിയുന്ന പാവയാകാതിരിക്കുക. പലപ്പോഴും നമ്മളൊക്കെ സ്ട്രോങ് ആണെന്ന് വിചാരിക്കും. പക്ഷേ ആ സ്നേഹം തരുന്ന മനുഷ്യരുടെ മുൻപിൽ മാത്രം നമ്മൾ പലപ്പോഴും കാലിടറി വീഴാറുണ്ട്. പല മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത സ്നേഹം ഒരു സമ്മാനപ്പൊതി പോലെ നമുക്ക് നേരെ നീട്ടും. സോ അങ്ങനെ ആരും കാലിടറി വീഴാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ സ്നേഹിക്കുക. പക്ഷേ ആരെയും അമിതമായിട്ട് വിശ്വസിക്കുകയോ ഒടുവിൽ അവരില്ലാതെ തനിക്കൊരു നിലനിൽപ്പില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാനും ശ്രമിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ഒരു ലക്ഷ്യത്തിൽ നിന്നൊക്കെ വ്യതിചലിക്കാതെ സ്വയം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇത്രയും നാളുള്ള ഒരു ജീവിതാനുഭവം വെച്ചൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ ഇതൊക്കെ ആരെങ്കിലും കേൾക്കാൻ തയ്യാറായിട്ട് ഇരിക്കുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടണേ. ഇവിടെ നേരെ തിരിച്ച് മൂവിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സുഹിയുടെ അഭിനയം അതെടുത്തു പറയേണ്ടതാണ്. ഫൈറ്റ് സീനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ചിത്രമാണിത്. അതുകൊണ്ടാണല്ലോ അവർക്ക് ആക്ഷൻ മൂവിക്കുള്ള ഏറ്റവും നല്ല അവാർഡൊക്കെ കിട്ടിയത്. എന്തായാലും ഇനിയൊരു അടിപൊളി ഹൊറർ ചിത്രമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോ ഈ ഒരു സിനിമയും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.